എൻ്റെ പേര് മനോജ്. ഞാൻ ഈ ലോക കേരള സഭയിലെ അബുദാബി കേരള സോഷ്യൽ സെൻറ്ററിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അബുദാബിയിൽ നിന്നും വന്നിട്ടുള്ള യു എയിൽ നിന്ന് വന്നിട്ടുള്ള ഒട്ടനവധി പ്രതിനിധികളുണ്ട്. ലോകത്തിൻ്റെ 125 രാജ്യങ്ങളിൽ നിന്നും ഈ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഈ പ്രവാസികളുടെ കേൾക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് തന്നെ ആദ്യമായിട്ട് ലോകത്ത് തന്നെ ഒരു നൂതനമായിട്ടുള്ളൊരു ആശയമായിട്ടാണ് കാണാൻ കഴിയുക. ഈ പ്രവാസ ഭൂമികളിൽ 119 125 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളെ മുഴുവനും കേൾക്കാൻ ഒരു ഭരണകൂടം തയ്യാറാവുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇവിടെ പറയുകയും അതിൻ്റെ പേരിൽ പിന്നീട് നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ലോക കേരള സഭ. വളരെ അഭിമാനപൂർവ്വം മലയാളി എന്ന സ്വത്വബോധത്തിനുള്ളിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ബഡ്ജറ്റിൽ പോലും പ്രവാസികൾക്ക് അനുകൂലമായി ഒട്ടനവധി പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തവണ അതും കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്.